الصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബുൽ ജുമുഅയിൽ ജുമുഅ ദിവസത്തിന്റെ ഫضലും മറ്റും അറിയിക്കുന്ന ഹദീസുകളിൽ എടുത്തത് وعن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم تحشر الأيام على هيئتها. നാളെ അന്ത്യനാളിൽ ദിവസങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥയുണ്ടാകും. അത് ഓരോന്നും അതിൻ്റെതായ രൂപത്തിലായിരിക്കും. വയുഹ്ശറു യൗമുൽ ജുമുഅത്തി സഹ്റാഅ മുനീറതൻ. വെള്ളിയാഴ്ച ദിവസത്തെ വളരെയധികം പ്രകാശിക്കുന്ന തിളങ്ങിയ അവസ്ഥയിലാണ് ഒരുമിച്ച് കൂട്ടുക. അഹ്ലുഹാ യഹഫൂന ബിഹാ കൽ അറൂസി തുഹ്ദാ ഇലാ ഖിദ്രിഹാ. ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആളുകൾ അഥവാ മുസ്ലിമീങ്ങൾ അതിനെ ചുറ്റിപ്പൊതിഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ പൊതിഞ്ഞതായ അവസ്ഥയിൽ ഒരു മണവാട്ടിയെ അവളുടെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവരെ കൊണ്ടുപോകുന്ന തുദിയ ലഹും യംശൂന ഫീ ലൗഇഹ. അവർക്ക് വേണ്ടി അത് പ്രകാശിക്കും. ആ പ്രകാശത്തിലൂടെയായിരിക്കും ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആളുകൾ അതിലൂടെ നടന്നു പോവുക. അൽവാനുഹും കസ്സൽജി ബയാദൻ. അവരുടെ നിറം വെളുത്തതായിരിക്കും, ഹിമം പോലെ വെളുത്തതായിരിക്കും. വരീഹവും കൽ മിസ്ക്. അവരുടെ ഗന്ധം മിസ്ക് പോലെ, മിസ്കായിരിക്കും അവരുടെ ഗന്ധം. യഹൂദൂന ഫീ ജിബാലിൽ കാഫൂർ. അവർ കടന്നു പോവുക കാഫൂറിന്റെ പർവ്വതത്തിന്റെ ിലൂടെയായിരിക്കും, അതായത് നല്ല ഗന്ധമുള്ള ചെടികളുള്ളത്. യൻദുറു ഇലൈഹിം മുസ്തഖലാൻ. ജിന്ന് മനുഷ്യവർഗങ്ങളെല്ലാം അവരിലേക്ക് നോക്കും. ലാ യുത്രിഖൂന തഅജ്ജുബൻ ഹത്താ യദ്ഖുലൂനൽ ജന്ന. അത്ഭുതത്തോടു കൂടെ ആയിരിക്കും അവർ നോക്കുക. അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ യുഖാലിതുഹും അഹദുൻ ഇല്ലൽ മുഅദ്ദിനൂന അൽ മുഹ്തസിബൂൻ. ഇവരോടൊപ്പം ഹത്താ യദ്ഖുലൂ അൽ ജന്നത ലാ യുഖാലിതുഹും അഹദുൻ ഇല്ലൽ മുഅദ്ദിനൂന അൽ മുഹ്തസിബൂൻ. ഇവരോടൊപ്പം ചേരുന്ന ആളുകൾ ഒരേ ഒരു വിഭാഗമാണ്. അത് ബാങ്ക് കൊടുക്കുകയും അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരോടൊപ്പം ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഫضലിന് പുറമെ ചേരാറുള്ളത് എന്ന്. അതായത് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഫضല് പറയുന്നിടത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അന്ന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ ഈ ജുമുഅയുടെ ഈ ഫضല് കൊണ്ട് തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണക്കാരാകുന്ന അവസ്ഥയാണ് പറയും ഹദീസുകളിൽ പറഞ്ഞു ആ ദിവസത്തിന്റെ ഫضലുകൾ. അപ്പൊ അതിനെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇതുപോലെ വെളുത്ത നിറത്തിൽ പ്രകാശത്തിൽ പൊതിഞ്ഞ അവസ്ഥയിൽ ഏറ്റവും നല്ല ഗന്ധത്തോടു കൂടി മറ്റുള്ളവരെല്ലാം അത്ഭുതം കൂറുന്ന അവസ്ഥയിലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഈ ഒരു ദിവസത്തിന്റെ ഫضല് നേടുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാങ്ക് കൊടുക്കുന്ന, അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിച്ച് ബാങ്ക് കൊടുക്കുന്ന ആളുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ നമ്മൾ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. وعن أبي هريرة وحذيفة رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أضل الله وتعالى عن الجمعة من كان قبلنا كان لليهود يوم السبت والأحد للنصارى. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമുഅ ദിവസം നമ്മുടെ മുൻപുള്ളവരിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു, അഥവാ അവർക്ക് നൽകാതെ. യഹൂദന്മാർക്ക് യൗമുസ് സബ്ത് ശനിയാഴ്ചയും നസാറകൾക്ക് ഞായറാഴ്ചയും. ഫഹും ലനാ തബഉൻ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ അവർ നമ്മുടെ പിന്നിലായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, പിന്തുടരുന്ന ആളുകളാണ്. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ വൽ അവ്വലൂന യൗമിൽ ഖിയാമ. ദുനിയാവിന്റെ രീതി ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഉമ്മത്താണ്. പക്ഷെ സ്വർഗത്തിൽ പരലോകത്ത് ഏറ്റവും ആദ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതും അൽ മഖ്ദിയു ലഹും ഖബ്ല അൽ ഖലായിഖ്. അവരുടെ മേലെയാണ് ആദ്യം വിചാരണയും അതുപോലെ തന്നെ സ്വർഗപ്രവേശനവും ഒക്കെ നമ്മുടെ മേലാണ്, അത് മുസ്ലിമുകളുടെ മേലെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ മേലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ നഹ്നുൽ ആഖിറൂന ഫിദ് ദുനിയ അൽ അവ്വലൂന യൗമുൽ ഖിയാമ അൽ മഗ്ഫൂറു ലഹും ഖബ്ല അൽ ഖലായിഖ്. മറ്റുള്ള സൃഷ്ടികൾക്ക് മുമ്പൊക്കെ പൊറുക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും നമ്മൾ, അങ്ങനെ സ്വർഗപ്രവേശനത്തിൽ ലഭിക്കുന്നവരും. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم ذكر يوم الجمعة فقال ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമുൽ ജുമുഅയെ പറ്റി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു,
فيها ساعة لا يوافقها عبد مسلم وهو قائم يصلي يسأل الله شيئا إلا أعطاه إياه وأشار بيده يقللها. ആ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ആരാണോ നിസ്കാരത്തിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് അവനത് നൽകാതെ പോവുകയില്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വളരെ കുറച്ചു നേരമേ അതുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. കുറഞ്ഞ നേരമേ അതുള്ളൂ എന്നുള്ളത്. وروي عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال التمسوا الساعة التي ترجى في يوم الجمعة بعد صلاة العصر إلى غيبوبة الشمس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന, ഉത്തരം ചെയ്യപ്പെടുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അസറിന് ശേഷമാണ്. അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാം ജൂത നേതാവായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. ഖാല, അവർ ചോദിക്കണ്ടായി, ഖുൽതു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ചോദിക്കേണ്ടായി, ഇന്നാ ലനജിദു ഫീ കിതാബില്ലാഹി തആല ഫീ യൗമിൽ ജുമുഅത്തി സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുഅ്മിനുൻ യുസല്ലി യസ്അലുല്ലാഹ ഫീഹാ ഷൈഅൻ ഇല്ലാ ഖദല്ലാഹു ലഹു ഹാജതഹു. അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ കിതാബിൽ കണ്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിസ്കാരത്തിലായിക്കൊണ്ടൊരു അടിമ ചോദിച്ചാൽ അള്ളാഹു തആല അത് തീർച്ചയായിട്ടും അത് ഉത്തരം ചെയ്യും, അവന്റെ ആവശ്യം നടപ്പിലാക്കി കൊടുക്കുമെന്നുള്ളത്. ഖാല അബ്ദുല്ലാഹ് ഫഅശാറ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു സാഅത്തിൻ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, വളരെ കുറച്ചു നേരമേ അതുള്ളൂ എന്നുള്ളത്. ഫഖുൽതു സദഖ്ത. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, സത്യമാണ്. ബഅദു സാഅത്തിൻ, കുറഞ്ഞ നേരം എന്നുള്ളത്. അതാ അബ്ദുല്ലാഹി സലാം മുൻപുള്ള കിതാബ് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ കുറഞ്ഞ നേരമാണെന്ന് പറഞ്ഞു. ഖുൽതു അയ്യു സാഅത്തിൻ ഹിയ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ ചോദിച്ചു ഏത് സമയമാണത്? ഖാല ആഖിറു സാഅത്തിൻ നഹാർ, പകലിന്റെ അവസാന സമയമാണെന്ന് പറഞ്ഞു, അഥവാ അസ്റിന് ശേഷമുള്ള. ഖുൽതു ഇന്നഹാ ലൈസത് സാഅത്തു സലാത്തിൻ. അപ്പോൾ സഹാബി ചോദിച്ചു, റസൂലേ, നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ, കാരണം അസ്റിന് ശേഷമുള്ള സമയം നിസ്കാരം, ഒരു കാരണമില്ലാത്ത നിസ്കാരങ്ങളെല്ലാം വിരോധിക്കപ്പെട്ടുള്ള സമയമാണ്. അപ്പോൾ ഇത് ഹദീസിൽ വന്നത് എന്താണ്? യുസല്ലി യസ്അലുല്ലാഹ്, നിസ്കരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനോട് തേടുന്ന. അപ്പോൾ നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ ഇന്നൽ അബ്ദ ഇദാ സല്ലാ സുമ്മ ജലസ ലം യുജ്ലിസ്ഹു ഇല്ല الصലാ ഫഹുവ ഫീ സലാത്തിൻ. ഒരടിമ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുകയാണ്, അവൻ നിസ്കരിക്കുന്നൊന്നുമില്ല, പക്ഷേ അത് നിസ്കാരത്തിനെ പോലെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് അസ്റിന് ശേഷമുള്ള ആ സമയം, മഗ്രിബ് വരെയുള്ള സമയമാണ് ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്നത് എന്ന് ഇതിലൂടെ അറിയിക്കുന്നു. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ്, വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമുൽ ജുമുഅത്തി 12 സാഅതൻ لا يوجد فيها عبد مسلم يسأل الله عز وجل شيئا إلا آتاه إياه فالتمسوها آخر ساعة بعد صلاة العصر. വെള്ളിയാഴ്ച ദിവസം 12 സമയങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആ സമയത്ത്, പ്രത്യേകമായിട്ടുള്ള സമയത്ത് ചോദിച്ചാൽ അവന് നൽകപ്പെടാതിരിക്കുകയില്ല. അത് അസ്റിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ സമയം എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അസ്റിന് ശേഷമെന്നും, രണ്ട് ഇമാം മിമ്പറിൽ കയറിയ മുതൽ നിസ്കാരം തീരുന്ന വരെയുള്ള സമയം എന്നും പ്രബലമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിൽ ഏറ്റവും പ്രബലമായത് അസ്റിന് ശേഷമുള്ള സമയം എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ നോക്കൂ, എത്ര വലിയൊരു തൗഫീഖാണ്. അള്ളാഹു തആല പറയാണ്, ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. അപ്പോൾ നമ്മുടെ എന്തൊരു ആവശ്യവും, നമ്മുടെ ദുനിയവും ഉഖ്റവിയായിട്ടുള്ള ഏതൊരു ഖൈറിനെയും ചോദിക്കാനും ഷർറിൽ നിന്ന് രക്ഷ തേടാനും നാം ഉപയോഗിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വെള്ളിയാഴ്ചയിലെ ഈ സമയം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.